ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. യേശു ഇതിനെ അടയാളം കൊണ്ട് ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ വായിച്ച ഈ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. കാനാവിലെ കല്യാണം, അവിടെ യേശു വെള്ളം വീഞ്ഞാക്കി അനുഭവങ്ങൾ എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ഇവിടെ സംഭവിക്കുന്നത്, യേശുവിൻ്റെ അമ്മ മറിയ ആ ഭവനത്തിലുണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെ ആ ഭവനത്തിൽ വിളിച്ചിരുന്നു. നമുക്ക് കാണുവാൻ സാധിക്കും, ഈ വാക്യത്തിൽ വായിച്ചു, ഈ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ആ വെള്ളം വീഞ്ഞായ സമയത്ത് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരായിരുന്നു എങ്കിലും അവർ വേണ്ടതായ വിശ്വാസമില്ലായിരുന്നു. ആ അത്ഭുതം കണ്ടു കഴിഞ്ഞാണ് വിശ്വസിച്ചത്. കാരണം യേശു അടയാളം കൂടെ ആരംഭമായി, തൻ്റെ ഐഹിക ശുശ്രൂഷയുടെ ആരംഭമായി ആദ്യം ചെയ്ത അടയാളമാണ്, അത്ഭുതമാണ്, താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുവാൻ ചെയ്തതാണ്. അതിൽ അവർ വിശ്വസിച്ചു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിനു മുമ്പേ വിശ്വസിച്ച ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ അമ്മ മറിയ, നമുക്കറിയാം, മാതാക്കളൊക്കെ ഭവനത്തിൽ കിച്ചണിലൊക്കെ ചെല്ലും, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയും. അതുകൊണ്ട് മാതാവ് അവിടുത്തെ ഷോർട്ടേജ് മനസ്സിലാക്കി യേശുവിനോട് വന്ന് പറയുന്നു, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി, വീഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ യേശു പറയുന്നു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് മാതാവിനെ പറഞ്ഞയക്കുന്നു. എന്നാൽ മാതാവ് അവിടെ നിരാശപ്പെടുന്നില്ല. മാതാവ് ചെന്ന് അവിടുത്തെ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ, കൽപ്പിക്കണമെങ്കിൽ ചോദിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ അവനോട് ചെന്ന് നേരിട്ട് ചോദിക്കുക, അവൻ എന്തെങ്കിലും കൽപ്പിച്ച് അത് ചെയ്യുക എന്ന് പറഞ്ഞു. അത് പറയാൻ കാര്യം, മാതാവ് പറഞ്ഞപ്പോൾ യേശു കർത്താവ് അന്നേരം ചെയ്തില്ല എങ്കിൽ പോലും മാതാവിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, യേശു ആരാന്ന് വ്യക്തമായി അറിയാവുന്ന വ്യക്തിയാണ് മാതാവ്. അവൻ മനുഷ്യ ഇഷ്ടത്താൽ ജനിച്ചതല്ല, ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വ്യക്തമായി അറിയാവുന്ന മാതാവ് യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. യേശു ആ ഭവനത്തിലുള്ളതുകൊണ്ട് ആ അവസ്ഥയ്ക്ക്, അവരുടെ പ്രയാസത്തിന്, അവരുടെ ഇല്ലായ്മയ്ക്ക് ഒരു പരിഹാരം ആ ഭവനത്തിൽ ലഭിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ മാതാവ് ശുശ്രൂഷക്കാരോട് പറയുന്നു, നിങ്ങൾ അവരോട് ചോദിപ്പീൻ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അങ്ങനെ ആ ഭവനത്തിൽ ഒരത്ഭുതം സംഭവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, നാളുകളായി നാം കർത്താവിനെ അറിയാവുന്നവരാണ്, കർത്താവിനെ ഫോളോ ചെയ്യുന്നവരാണ്, കർത്താവിനെ ആരാധിക്കുന്നവരാണ്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഈ തികഞ്ഞ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ആ മാതാവിലുള്ള വിശ്വാസം നമുക്കുണ്ടാകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ ഒന്നും ദൈവത്തിന് അസാധ്യമല്ല. സാധ്യമായി നമുക്ക് തോന്നുന്നുവെങ്കിലും ദൈവത്താൽ സകലതും സാധ്യമാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾക്ക് അസാധ്യമായി തോന്നുന്ന പല വിഷയങ്ങളുണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ടല്ലോ കർത്താവേ. നന്നായി അറിയാവുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ സമർപ്പിക്കുന്നു. ആ വിഷയങ്ങളിൽ ദൈവമേ അവിടുത്തെ കരം നീട്ടണമേ. ദൈവത്തോട് അത്ഭുതം പ്രവർത്തിക്കണേ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ട് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.